ആ ബ്രഹ്മാവ് എന്നുള്ള പദം അവിടെ പറഞ്ഞിട്ടില്ല. അങ്ങയെ ശരണം പ്രാപിച്ച യാതൊരാൾ ഈ ലോകത്തിന്റെ സൃഷ്ടി രഹസ്യത്തിനെ അവിടുത്തെ ഉപദേശപ്രകാരം ദർശിച്ചുവോ? അപ്പൊ ബ്രഹ്മാവ് എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. തേനെ ബ്രഹ്മഹൃദയ ആദികവയെ. അവൾ ആദികവി എന്നേ പറഞ്ഞുള്ളൂ. ആദികവി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് എന്നാണ്. അപ്പൊ ആ ഒരു വരിയിലും ബ്രഹ്മാവ് എന്ന് പറഞ്ഞിട്ടില്ല, ഇവിടെയും ബ്രഹ്മാവ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് പോലും ആ സ്ഥാനത്തിനെ അലങ്കരിച്ചത് അവിടുന്ന് നൽകിയ ആത്മജ്ഞാനം കൊണ്ടാണ്. ഇത് തന്നെയാണ് സുനീതി തന്റെ മകനായ ധ്രുവനോട് പറഞ്ഞത്. തമേവ വത്സാശ്രയ ഭൃത്യവത്സലം എന്ന് പറഞ്ഞുകൊണ്ട് ആ സുനീതി പറഞ്ഞതും ഇത് തന്നെയാണ്. ആ ബ്രഹ്മാവ് പോലും യാതൊരുത്തന്റെ അനുഗ്രഹം കൊണ്ടാണോ ഈ വിശ്വത്തിന്റെ മുഴുവൻ ആ സൃഷ്ടികർത്താവായി തീർന്നത്. തമേവ വത്സാശ്രയ ഭൃത്യവത്സലം എന്ന് പറഞ്ഞുകൊണ്ട് ആ സുനീതി പറഞ്ഞു കൊടുത്തതായ അതേ തത്വം തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ ബ്രഹ്മാവിന് ആ സൃഷ്ടി രഹസ്യത്തിനെ പറഞ്ഞു കൊടുത്തതായ ആ ഭഗവാൻ യസ്യാഘ്രിപത്മം പരിചര്യ വിശ്വവിഭാവനായാത്ത ഗുണാഭിപത്തെ അജോധ്യതിഷ്ഠൽ ഖലു ഖലു പാരമേഷ്ഠ്യം എന്ന് സുനീതി മകന് പറഞ്ഞു കൊടുത്തു. 8ാമത്തെ അധ്യായത്തില് 20ാമത്തെ ശ്ലോകത്തില് അജോധ്യതിഷ്ഠൽ ഖലു പാരമേഷ്ഠ്യം. ആ ബ്രഹ്മാവ് പോലും സൃഷ്ടികർത്താവ് എന്ന് പറയുന്ന സ്ഥാനത്ത് ഇരിക്കാൻ എന്താ കാരണം? യസ്യാഘ്രിപത്മം പരിചര്യ, യാതൊരുത്തന്റെ പാദപത്മങ്ങളെ ധ്യാനിച്ചിട്ടാണോ ആ ബ്രഹ്മാവ് പോലും സൃഷ്ടികർത്താവായി തീർന്നത്. അത് അവിടുന്ന് നൽകിയ ജ്ഞാനം കൊണ്ടാണ്. ത്വദ്ദത്തയ വയുനയേദം അജഷ്ടവിശ്വം സുപ്തപ്രബുദ്ധ യുവ നാഥ ഭവൽ പ്രപന്ന. അങ്ങേ ശരണാഗതി പ്രാപിച്ചതായ ബ്രഹ്മാവ് പോലും ഉറക്കം വിട്ട് ഉണർന്നിട്ട് എന്നവനെ പോലെ ഈ ലോകത്തിനുള്ള ജ്ഞാനമുണ്ടായത്, വിശ്വദർശനം ഉണ്ടായത് അങ്ങ് കൊടുത്ത ആ ജ്ഞാനം കൊണ്ടാണ്, അങ്ങയെ ധ്യാനിച്ചുകൊണ്ടാണ്. തം പശ്യതേ നിഷ്കളം ധ്യായമാന എന്നൊക്കെ മുണ്ടകോപനിഷത്ത് പറയും. തം പശ്യതേ നിഷ്കളം ധ്യായമാന, ശുദ്ധമായ മനസ്സോട് കൂടിയിട്ട് നിർമ്മലമായ അന്ധകരണ വൃത്തികളോട് കൂടിയിട്ട് യാതൊരുത്തനാണോ ഭഗവാനെ ധ്യാനിക്കുന്നത് അവനാണ് ബ്രഹ്മത്തിനെ കാണുന്നത്, അനുഭവിക്കുന്നത് എന്നർത്ഥം. ബ്രഹ്മാവിന് 4 തല ഉണ്ടായിട്ടും ഒരു കാര്യം ഉണ്ടായില്ല. ദശമസ്കന്ധത്തില് 13ാമത്തെ അധ്യായത്തിൽ കാണാം ആ ബ്രഹ്മമോഹനം വർഷസ്തേയം. ആരാണ് ഈ ഗോപാലചക്കൻ എന്നറിയാൻ വേണ്ടിയിട്ട് പശുക്കുട്ടികളെയും ശിശുക്കളെയും ആ മറച്ചതായ ബ്രഹ്മാവിന്റെ മുമ്പില് വ്യതിഷന്തകന ശ്യാമ പീതകൗശേയ വാസസ ശ്രീവത്സംഗതോരത്നകമ്പുകങ്കളപാണയ. ഭൂമണ്ഡലത്തിലേക്ക് നോക്കിയപ്പോ ഭൂമണ്ഡലത്തിലെ ഓരോ മണൽത്തരി പോലും ഭഗവാനായിട്ട് ദർശിച്ചു ബ്രഹ്മാവ്. ഇത് കനകദണ്ഡവിവാഭിപാത്യ, സ്വർണം കെട്ടിയ വടി പോലെ ബ്രഹ്മാവ് വീണു. 13ാമത്തെ അധ്യായത്തിന്റെ അവസാനം നമുക്ക് കാണാം. എന്നിട്ട് 8 കണ്ണിൽ നിന്ന് കുടുകുടാന്നുള്ള കണ്ണുനീര് കൊണ്ട് സുജലൈ അകൃതാഭിഷേകം, ഭഗവാന്റെ ആ പാദപത്മങ്ങളെ കൂടെ കഴുകിയിട്ട് നൗമിഡ്ഡതഭ്രവഭുഷേതടിതംബരായ കുഞ്ചാവതംസ പരിപിഞ്ചല സന്മുഖായ എന്ന് പറഞ്ഞുകൊണ്ട് 43 ശ്ലോകങ്ങളിലായിട്ട് സ്തുതിക്കുന്നത് കാണാം. ദശമസ്കന്ധത്തിൽ 14ാമത്തെ അധ്യായത്തിലെ ബ്രഹ്മസ്തുതി വളരെ കേമ.